السلام عليكم ورحمة الله وبركاته. يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر الجيلاني. ബഹുന്യരായ സയ്യിദ് അവർകൾ, ആദരവുള്ള ഉസ്താദുമാരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ മഹത്വമേറിയ ഒരു സദസ്സിലാണ് സയ്യിദുൽ അയ്യാമായ യൗമുൽ ജുമഅയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അമ്മാനി ഉസ്താദിനും മറ്റു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നീട്ടിപ്പരത്തി പറയാതെ ബർക്കത്തിന് വേണ്ടി മാത്രം ഗൗസുൽ ആലം തങ്ങളെപ്പറ്റി കുറഞ്ഞ വാക്കിൽ ഇവിടെ അനുസ്മരിക്കുകയാണ്. സുൽത്താനുൽ ഔലിയ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഈ നാല് പേര് തന്നെ സുൽത്താനുൽ ഔലിയ, ഔലിയാക്കളുടെ സുൽത്താൻ. അതിൻ്റെ വ്യാപ്തി എത്രയായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണെന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറയുകയാണ്. രണ്ടാമത്തത് ഖുതുബുൽ അഖ്താബാണ്, ഖുതുബുകളുടെ ഖുതുബാണ്. മൂന്നാമത്തെ മറ്റൊന്ന് ഗൗസുൽ അഅ്ലമാണ്, ഗൗസാണ്, ഗൗസുമാരുടെ കൂട്ടത്തിൽ ഗൗസുൽ അഅ്ലമാണ്. നാലാമത്തെ മറ്റൊന്ന് മുഹീദ്ദീനാണ്. മുഹീദ്ദീൻ എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനമാണ്. ഇങ്ങനെ മഹാനവറുകളുടെ നാമം തന്നെ, അവർക്കുള്ള സ്ഥാനപ്പേരുകൾ തന്നെ അവിടുത്തെ സ്ഥാനത്തിൻ്റെയും ഉയർച്ചയുടെയും വളർച്ചയുടെയും എണ്ണിപ്പറയുന്ന ധാരാളം വായിച്ചെടുക്കേണ്ട വരികൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ചുരുക്കി പറയുന്നു, ഈ ഉന്നതമായ പദവിയിലേക്ക് എത്തിക്കയറാനുള്ള പടികൾ കയറിപ്പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിമിത്തമാക്കിയ ചില കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അവിടുത്തെ മഹാന്മാരായ ഉമ്മബാപ്പാന്മാരുടെ പവിത്രത. 10 ഗുണം 10 ഗുണം എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളതാണ്. ഉമ്മയും ബാപ്പയും ഹസനിയും ഹുസൈനിയുമായ മഹത്വത്തിന് പുറമെ ആ രണ്ട് കുടുംബവും അങ്ങേയറ്റം വറഉള്ള കുടുംബത്തിലാണ് ജനിച്ചത് എന്നുള്ളത്, വളർന്നത് എന്നുള്ളത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അത്രയും വറഉള്ള പിതാവിൽ നിന്നും മാതാവിൽ നിന്നും അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നും ഹസനിയും ഹുസൈനിയുമായ അഹ്ലുബൈത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയുമായി ചേർന്ന് കിടക്കുന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്നുള്ളത് അവിടുത്തെ മഹത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗൗസുൽ ആലം തങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ട ഒന്ന് അതാണ്. നമ്മുടെ മാതാപിതാക്കൾ നല്ലവരായാൽ നമ്മൾ നന്നാകും, നമ്മൾ നന്നായാൽ നമ്മുടെ മക്കൾ നന്നാകും. അതാണ് 10 ഗുണം 10 ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ട് മക്കൾ നന്നാവണമെങ്കിൽ നമ്മൾ എത്രയോ നന്നാവണം. 100% നമ്മൾ നന്നായെങ്കിലേ 40% മക്കൾ നന്നാവുകയുള്ളൂ. അപ്പം മക്കൾ നന്നാവണമെങ്കിൽ നമ്മളാണ് കൂടുതൽ നന്നാവേണ്ടത്. വൽഹഖ്നാ ബിഹിം ദുർരിയതഹും, സ്വർഗത്തിലെയും അവരെ ചേർക്കുകയും ചെയ്യും. മാതാപിതാക്കൾ നന്നായി സ്വർഗത്തിലേക്ക് എത്തിയാൽ അവരുടെ ദുർരിയത്തും സ്വർഗത്തിലെത്തും. ഇങ്ങനെ വലിയൊരു മഹത്വം നേടുന്നത് ഈ വിത്തിന്റെ ഗുണമാണ്. മാതാപിതാക്കളുടെ ഉന്നമനമാണ് ഗൗസുൽ ആലം തങ്ങളെ ഇത്രയും വലിയ ഉന്നത സ്ഥാനത്തിലേക്ക് ഉയർത്തിയത്. ചരിത്രമൊക്കെ നിങ്ങൾക്കറിയും.
അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു ഒരു ഒഴുകി വന്ന ഒരു പഴം ഭക്ഷിച്ചതും അത് കഴിച്ചതിൻ്റെ പേരിൽ ആ തോട്ടത്തിലേക്ക് അന്വേഷിച്ച് ചെന്നെത്തിയതും തോട്ടത്തിൻ്റെ ഉടമസ്ഥനെ കണ്ട് പൊരുത്തപ്പെടിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഡിമാൻഡാണ് എൻ്റെ മകളെ കെട്ടണം എന്ന് പറഞ്ഞത്. അബ്ദുല്ലാഹി സ്വമഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതാണ്. അവരങ്ങേയറ്റം സൂക്ഷ്മതയുള്ള വറവുള്ള മഹാപണ്ഡിതനും സൂഫിയുമായിരുന്നു. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒന്ന്, വിത്ത് നന്നാവണമെങ്കിൽ എന്ത് വേണം? അഖ്ലുൽ ഹലാൽ അതിൻ്റെ ഒന്നാമത്തെ ഉപാധിയാണ്. ഹലാല് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ, എങ്കിലേ നമ്മൾ നന്നാവൂ. നമ്മൾ നന്നാകണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഭക്ഷിക്കുന്നത് ഹലാലാവണം. ശൈത്താന്മാരുടെ ഹെഡ് സമുദ്രത്തിലാണ്. അവരുടെ മീറ്റിംഗ് നടക്കും. വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുണ്ട് പിശാചുക്കൾക്ക്, ശയാത്തീൻ, ഇബ്ലീസിന്റെ നേതൃത്വത്തിൽ. അങ്ങനെ മീറ്റിംഗ് വിളിച്ചു ചേർത്തപ്പോൾ ഒരു ദിവസം ചോദിച്ചു, നിങ്ങളെന്ത് ചെയ്തു? ഓരോരുത്തരോടും വിചാരണ ചെയ്യും, അന്വേഷണം നടത്തും ഈ റഈസു ശയാത്തീനായ ഇബ്ലീസ്. അങ്ങനെ ഓരോരുത്തരോടും വിശദീകരണം ചോദിക്കുന്ന സമയത്ത് ഒരാൾ പറയും, ഞാൻ അയാളെ നിസ്കാരത്തിൽ ഇടപെട്ടു, ഒളൂയിൽ ഇടപെട്ടു, തവാഫിൽ ഇടപെട്ടു, ഉംറയിൽ ഇടപെട്ടു, ഹജ്ജിൽ ഇടപെട്ടു എന്നൊക്കെ പറയും. ഒരാൾ പറയും, ഞാനൊരു മുഅ്മിനായ മനുഷ്യന്റെ വിഷയത്തിൽ അയാളുടെ ഇബാദത്തിന്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ പോകില്ല. ഞാൻ പോകൽ അയാളുടെ ത്വാമിന്റെ കാര്യത്തിലാണ്. ത്വാമിൽ ഒരു ഇറ്റ് വിഷം ഉറ്റിച്ചാൽ പിന്നെ നിസ്കാരത്തിന്റെയും വളുവിന്റെയും ഹജ്ജിന്റെയും ഖുർആനോത്തിന്റെയും ബുർദന്റെയും പിന്നാലെ പോകേണ്ടതില്ലല്ലോ. ഹറാമ് ഭക്ഷിച്ചോന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവന്റെ ജീവിത വിജയത്തിനുള്ള വിഷാംശം അതിൽ കലർന്നു. ഇനി നന്നാവില്ല, അവനും നന്നാവുകയില്ല, അവന്റെ പരമ്പരയും നന്നാവുകയില്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇബ്ലീസ് ആൾക്കാണ് മാർക്ക് കൊടുക്കുന്നത്, അവനാണ് ഒന്നാം സ്ഥാനത്തേക്ക് ഉയർത്തുന്നത്. തൽബീസ് ഇബ്ലീസിലൊക്കെ ഇതൊക്കെ പറഞ്ഞു കാണാം, ഈ കഥകളൊക്കെ, സംഭവങ്ങളൊക്കെ. ഞാൻ പറയുന്നത്, നമുക്ക് ഗൗസുൽ ആലം തങ്ങളുടെ പാതയിൽ സഞ്ചരിക്കാൻ ആഗ്രഹമുള്ളവരാണ്. ഗൗസുൽ ആലം തങ്ങൾ ഈ ഉന്നത സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു കാരണം ഇതാണ്, വിത്ത് ഗുണം എന്തിലാണ് ഉണ്ടാകുന്നത്? അക്ലുൽ ഹലാലിലാണ്. അക്ലുൽ ഹറാമ് വന്നാൽ പിന്നെ ഈ വിത്തും നന്നാവൂല, അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നവും നന്നാവുകയില്ല. ഒന്ന്. രണ്ടാമത്തെ മറ്റൊന്ന്, നമുക്ക് വേണ്ടത് ജീവിത ലക്ഷ്യമുണ്ടാവണം. മഹാനായ ഗൗസുൽ ആലം തങ്ങളവர்கள் ആ ലക്ഷ്യം പശുവാണ് ഓർമ്മിപ്പിച്ചത്. ഒരു സബബുണ്ടാവും, ഒരു നിമിത്തമുണ്ടാവുമല്ലോ. അറഫ നാളിൽ അറഫ നാൾ പശുവെ പായിച്ചാരെ, ഇതിനോ പടച്ചെന്ന് പശുവ് പറഞ്ഞപ്പോൾ, യാ അബ്ദുൽ ഖാദിർ ലിമ ഖുലിഖത ഹാദാ അം ഉമിർത ബിഹാദാ, അല്ലയോ അബ്ദുൽ ഖാദിർ, 4 നൂറ്റാണ്ട് കഴിഞ്ഞു, ഇസ്ലാം ശവമായി കിടക്കുകയാണ്. ഈ ഇസ്ലാമിനെ ജീവിപ്പിക്കേണ്ട മുഹ്യിദ്ദീനാണ് താങ്കൾ എന്തിനാണ് പശുവായ എൻ്റെ പിന്നാലെ നടക്കുന്നത്? ഇതിനാണോ നിങ്ങൾ നിയോഗിക്കപ്പെട്ടത്? ഇതാണോ നിങ്ങളുടെ ദൗത്യം? ഇതിനാണോ നിങ്ങളെ പടക്കപ്പെട്ടത് എന്ന് പശു ചോദിച്ചതാണ് വിജയ സോപാനത്തിലേക്കുള്ള കവാടത്തിലേക്ക് കടക്കുന്നതിൻ്റെ പ്രഥമഘട്ടം. അപ്പോൾ രണ്ടാമതായി വേണ്ടത്, വിത്ത് നന്നായി ഹലാലായ ഭക്ഷണം ഭക്ഷിച്ച മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച കുട്ടിയായിരുന്നാലും ആ കുട്ടിക്കൊരു ലക്ഷ്യബോധം വേണം. ലക്ഷ്യബോധമുണ്ടെങ്കിലേ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയൂ. ബോധം ആദ്യം വേണം. ആ ബോധമാണ് ബഗ്ദാദിലേക്കുള്ള യാത്രക്ക് പ്രേരിപ്പിക്കുന്നത്. 2. മൂന്നാമത്തെ മറ്റൊന്ന്, ബഗ്ദാദിലേക്കുള്ള പ്രയാണം തീരുമാനിക്കപ്പെട്ടപ്പോൾ ഉമ്മയാണെന്ന്, പിതാവ് മരിച്ചു പോയിട്ടുണ്ട് ചെറുപ്പകാലത്തിൽ തന്നെ. ഈ ഉമ്മയാണ് മകന് വേണ്ടപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി പഠനത്തിന് വേണ്ടി അയക്കുന്നത്. ഞാൻ ചുരുക്കി പറയാം, നിങ്ങൾക്കൊക്കെ ഇത് അറിയാത്തതുകൊണ്ട് പറയുന്നതല്ല. ഗൗസുൽ ആലം തങ്ങളെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ വായിച്ചെടുക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ്. മൂന്നാമത്തെ കാര്യം ഇതാണ്, ഉമ്മയെ അനുസരിക്കുക. ഉമ്മ മകനിക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, ആ നിർദ്ദേശം കൃത്യമായി ജീവിതത്തിൽ പാലിക്കുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കളവ് പറയരുത്. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. ഉമ്മയെ അനുസരിക്കുക. ഉമ്മ പറഞ്ഞതിൻ്റെ അപ്പുറം പോകരുത്. ഉമ്മയെ അനുസരിച്ച് മാത്രമേ നമ്മൾ ഓരോ ചവിട്ടടിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. അങ്ങനെ നല്ല നിർദ്ദേശങ്ങൾ നൽകുന്ന ഉമ്മമാരാവണം നമ്മുടെ ഉമ്മമാര്. ആ ഉമ്മമാര് പറഞ്ഞ നിർദ്ദേശത്തിന് ഒപ്പിച്ച് മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇത് മറ്റൊന്ന്. നാലാമത്തെ മറ്റൊന്ന്, ഉമ്മ പറഞ്ഞത് സത്യമേ പറയാവൂ എന്നാണ്.
ആ സത്യമാണ് വിജയത്തിലേക്ക് നയിക്കുന്നത്. കഥകളൊക്കെ നമുക്കറിയും. കള്ളന്മാർക്ക് വെള്ളി കൊടുത്തത്, സ്വർണ്ണ ദീനാർ കൊടുത്തതൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത് നാലാമത്തെ ഈ നിശ്ചയമയക്കപ്പെട്ട പോയിന്റ്, സത്യം ജീവിതത്തിൽ എപ്പോഴും പുലർത്തണം. ഒരു സമയത്തും കളവ് പറയരുത്. തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അത് ജീവിതത്തിൽ നാം പകർത്തിക്കൊണ്ടുവരണം. ഇതാണ് ഇന്നത്തെ ഈ അനുസ്മരണ, ഈ ജീലാനി അനുസ്മരിക്കുന്ന സമയത്ത് മഹാനായ ഗൗസുൽ ആലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പകർത്തിയെടുക്കേണ്ട വലിയൊരു പാഠം. എങ്കിൽ നമ്മൾ ഉയരങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. മറ്റൊരു കാര്യം, മഹാനവറുകൾ ബഗ്ദാദിലേക്ക് പോയി നീണ്ട 33 കൊല്ലാണ് പഠനത്തിന് ചെലവഴിച്ചത്. നമ്മൾ ഏറ്റവും വേഗം ബിരുദം കിട്ടുന്ന അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ചു തീരുന്ന പഠനത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ഒരുപാട് കാലം, നീണ്ട കാലത്തെ പഠനങ്ങൾ ആവശ്യമാണ്. എൽമുണ്ടെങ്കിലേ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റൂ. എൽമില്ലാതെ ഇബാദത്ത് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു ആലിമിൻ്റെ ഇബാദത്ത് ആലിമിൻ്റെ ഉറക്ക് ജാഹിലിൻ്റെ ഇബാദത്തിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പം അത്രയും വലിയ ഇൽമിൻ്റെ സ്ഥാനം മഹാനവറുകൾ മനസ്സിലാക്കുകയും 33 വർഷക്കാലം ഇൽമു പഠിക്കാൻ വിനിയോഗിക്കുകയും ചെയ്തു. അഞ്ചാമത് വേണ്ടത്, വിജയിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടത് അതാണ്. നീണ്ട കാലത്തെ പഠന ത്യാഗത്തിനുള്ള സന്നദ്ധത ഉണ്ടാവണം. പഠിക്കണം, ധാരാളം പഠിച്ചെടുക്കണം, എൽമ് നേടണം. മറ്റൊന്ന്, എൽമിന് പുറമെ പിന്നെ വേണ്ടത്, വെറും പഠിച്ചിട്ട് കാര്യമില്ല, പഠന മാർക്കൊക്കെ ഉണ്ട്, വിവരമുള്ളത് കൊണ്ട് കാര്യമില്ല. വിവരത്തിനനുസരിച്ച സിദ്ഖുൽ അമൽ അത് വളരെ അനിവാര്യമാണ്. പഠിച്ചതനുസരിച്ചുള്ള പ്രവർത്തനവും ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ 10-25 വർഷത്തോളം ആ പഠിച്ചത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിന് വേണ്ടി ജിഹാദുൻ നഫ്സും തസ്കിയത്തുൻ നഫ്സി എന്ന പ്രധാനപ്പെട്ട 2 ആയുധവുമായി 25 വർഷത്തോളം ചുറ്റി നടന്നു. അങ്ങനെ മഹാന്മാരായ ഒട്ടനേകം ഔലിയാക്കൾ, മുറബ്ബിയായ മശായിഖന്മാർ അവരൊക്കെ കണ്ടെത്തി തസ്കിയത്തുൻ നഫ്സ് നേടി. ജിഹാദുൻ നഫ്സിലൂടെ തൻ്റെ മാതാവ് ബഗ്ദാദിൽ നിന്ന് നാട്ടിൽ നിന്ന് കൊടുത്തയച്ച, ജീലാനിൽ നിന്ന് കൊടുത്തയച്ച ഉണങ്ങിയ റൊട്ടിക്കഷ്ണം, വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ആ റൊട്ടി ഇങ്ങനെ കയ്യിൽ നോക്കും. അത് കാണുമ്പോൾ എന്ന് തിന്നണമെന്ന് തോന്നും. പക്ഷേ വായിലേക്കെത്താമ്പുകൾ അതിങ്ങ് വലിച്ചെടുക്കും. എന്നിട്ട് പറയും, എൻ്റെ നഫ്സേ, നീ ഇത് കാണുമ്പോൾ ഈ ഭക്ഷണം നീ ആഗ്രഹിക്കുന്നുവല്ലേ, നിനക്കിത് തരികയില്ല. നീ ഒരു സുന്ദരിയായ സ്ത്രീയെ കാണുമ്പോൾ അവളെ വ്യഭിചരിക്കണമെന്ന് തോന്നിയാൽ അതിനും ഞാൻ അടിപ്പിടേണ്ടി വരും. അതുകൊണ്ട് നീ പറയുന്നതിന് എതിരെ പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെ മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് ഉണങ്ങിയ റൊട്ടിക്കഷ്ണം തിരിച്ചിങ്ങോട്ട് വായിലേക്ക് എത്തിയതിനെ, വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് സഹിക്കാത്ത സമയത്ത് വായിലേക്ക് വെച്ച റൊട്ടിക്കഷ്ണം തിരിച്ചു ഇങ്ങോട്ട് വലിച്ച അത്രയും വലിയ ത്യാഗം, ജിഹാദുൻ നഫ്സ്, സ്വന്തം ശരീരത്തിനോട് സമരം ചെയ്ത് നേടിയെടുത്ത വിജയമാണിതൊക്കെ. അങ്ങനെ പിന്നീട് ഒരുപാട് കാലം അവിടെ നിന്ന് ചുറ്റി നടന്ന ശേഷം പിന്നീട് എത്രയോ കൊല്ലങ്ങൾ, 15 വർഷത്തോളം തദ്രീസും ദഅവത്തും പ്രഭാഷണവും ഒക്കെയായി ജനങ്ങളെ സംസ്കരിക്കുന്ന വലിയ മാർഗത്തിലേക്ക് കടന്നു വന്നു. ഒട്ടനേകം ഔലിയാക്കളെ സൃഷ്ടിച്ചു. മഹാനവറുകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഈദ്ദീൻ എന്ന സ്ഥാനത്തിന് തന്നെ ഒരാള്, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ, നിന്നെക്കൊണ്ട് ഒരാൾ ഹിദായത്തിലാക്കുക എന്നുള്ളത് ദുനിയാവും അതിലുള്ള സർവവും നേടുന്നതിനേക്കാൾ ഖൈറാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് നമുക്കൊക്കെ അറിയാം. ഒരാളെയാണ്, പക്ഷേ അവർ ലക്ഷക്കണക്കായ ആളുകളെ, അമുസ്ലിങ്ങളായ ആളുകളെ മുസ്ലിമീങ്ങളാക്കുന്നു. എത്രയോ തെമ്മാടികളായ ആളുകളെ സ്വാലിഹ്യങ്ങളാക്കുന്നു. എത്രയോ സ്വാലിഹ്യങ്ങളെ ഔലിയാക്കളാക്കുന്നു. എത്രയോ ഔലിയാക്കളെ അബ്ദാലിങ്ങളും അഖ്താബിങ്ങളുമാക്കി, ഗൗസിങ്ങളുമാക്കി മാറ്റിയെടുക്കുന്നു. അപ്പം എത്രയായിരിക്കും അവിടുത്തെ സ്ഥാനം? നമ്മൾ ആലോചിച്ച് നോക്കുക. അത്ര വലിയൊരു സ്ഥാനത്തേക്ക് ഉയർന്നു പോയ മഹാനവറുകളോട് നമുക്ക് ജീവിതത്തിൽ പിൻപറ്റാൻ കഴിയുക, കുറേ നമ്മൾ ഉത്സാഹിക്കേണ്ടത് ദിക്റിലൂടെ എത്തിപ്പെടാനാണ്. ഇൽമിലൂടെയും ദിക്റിലൂടെയും സാധാരണക്കാർക്ക് ദിക്റിലൂടെ പ്രാപിക്കാൻ പറ്റും. അതുകൊണ്ട് പരമാവധി ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും അവിടുത്തെ മാർഗത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുക. ഒഴിവ് സമയങ്ങളൊക്കെ മൊബൈലിലും മറ്റും കളയുന്നതിന് പകരം നമ്മുടെ ശ്വാസോച്ഛ്വാസമാണ് ആരോഗ്യമെന്ന് ആയുസ് എന്ന് പറയുന്നത്. ആ ആയുസ് ഓരോ ശ്വാസത്തിനെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടും. അത് ദിക്റാക്കി മാറ്റിയെടുക്കാൻ ആരും അറിയാത്ത ദിക്ർ, ഉറങ്ങാൻ മലന്ന് കിടന്നാലും
വെറുതെ ഇരിക്കുമ്പോഴും എൻ്റെ മുഖത്ത് നിങ്ങളിങ്ങനെ നോക്കിയിരിക്കുമ്പോഴും നിങ്ങൾക്ക് ദാക്കിര്യങ്ങളാകാൻ കഴിയും. അതിന് ആ ശ്വാസത്തിനെ ഒന്ന് നിയന്ത്രിക്കുക. മേലോട്ട് ഹൂ എന്നും താഴോട്ട് അല്ലാ എന്നും ശ്വാസം വിടുന്നൊരു ശൈലി നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ എവിടെ ഇരുന്നാലും, ബസ്സിലിരുന്നാലും ഈ തസ്ബീഹ് പിടിച്ചിട്ട് ഇങ്ങനെ ആളെ സ്വയ്പാക്കുന്ന ആളുകൾ കണ്ട് റിയാ തോന്നുന്ന അമലിനേക്കാൾ നമുക്ക് ഏറ്റവും നല്ലത് ഒഴിവ് നിസ്കാരമല്ല, ഖുർആൻ ഓതുന്നില്ല, സ്വലാത്തിൽ അങ്ങനെയുള്ള ഒഴിവ് സമയം, സുക്കൂത്തിൻ്റെ സമയങ്ങളൊക്കെ ദിക്റാക്കി മാറ്റുക. അതാരും കാണുന്ന സമയത്ത് ശ്വാസത്തിൽ മാത്രം കയറ്റിപ്പിടിക്കുക. ഹൂ മേലോട്ടും അല്ലാ എന്ന ദിക്റിനെ താഴോട്ടും. ഇങ്ങനെ ബസ്സിലിരുന്നാലും ഇതായി നിങ്ങൾ എൻ്റെ നോക്കി എടുക്കുന്നു, നിങ്ങൾ ശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മേലോട്ട് ഹൂ എന്ന ദിക്റും താഴോട്ട് അല്ലാ എന്ന ദിക്റും. സാമ്പിളിൽ ഒറ്റ ഒരു 2-3 ഇങ്ങനെ നിങ്ങൾ വിചാരിച്ച് നോക്ക്. നമ്മൾ ഈ ഉറക്കം തൂക്കിയിട്ടുള്ള കൊട്ടുവായിട്ടുള്ള നിസ്കാരത്തിനേക്കാളും ഓത്തിനേക്കാളും ഒക്കെ ഇത് വലിയ എഫക്റ്റ് ചെയ്യും. ശ്വാസത്തിനെ നിയന്ത്രിക്കുമ്പോൾ നമുക്ക് നമ്മുടെ റൂഹും ശരീരം മുഴുവനും ദിക്റിൽ അലിഞ്ഞു ചേരും. മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റിനേക്കാൾ ഹൂ അല്ലാ എന്ന ദിക്റിന് മഹത്വമുണ്ടെന്ന. എന്തുകൊണ്ട്? ഒരാൾ ലാ ഇലാഹ പറഞ്ഞിട്ട് അതിൻ്റെ അപ്പുറം തീർന്നു, ഇല്ലല്ലാ പറഞ്ഞില്ല. ആ വാചകത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരാളിങ്ങനെ ദിക്റി ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്, ഉറങ്ങാൻ കിടന്നെടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊണ്ട് ലാ ഇലാഹ, അതിനപ്പുറം ഇല്ല. കലിമത്ത് തൗഹീദിന്റെ നേരെ എതിരായി. അതേ സ്ഥാനത്ത് ഹൂ അല്ലാഹ് എന്ന ദിക്ർ അങ്ങനെ വരൂല. ഹൂല് സമാപിക്കും, അല്ലാഹ് എന്നതിലേക്ക് പോയിട്ട് സമാപിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിക്റാണ് അതിനേക്കാൾ ശ്രേഷ്ഠമെന്ന് ദാഖിര്യങ്ങളായ മഹാന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ നിർത്തുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഗൗസുൽ തങ്ങളുടെ മഹബത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ പരമാവധി അവരവരുടെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ദിക്ർ പരമാവധി വർദ്ധിപ്പിക്കുക. മുഹീദ്ദീൻ റാത്തീബും 11-ാം രാവിൻ്റെ ദിക്റൊക്കെ അസ്തമിച്ചു പോയി, അതൊക്കെ ഹയാത്താക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഗൗസുൽ തങ്ങളുടെ ബർക്കത്തിന് വേണ്ടി മാത്രം ഞാൻ ഈ മജ്ലിസിൽ ഇത്രയും പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൽ ഇങ്ങനെ വന്ന് സംബന്ധിക്കാനും നിങ്ങളോടൊപ്പം ഇരിക്കാനും ഭാഗ്യം നൽകിയതിന് അള്ളാഹുവിന് നന്ദി പറഞ്ഞതുകൊണ്ട് നിങ്ങളൊക്കെ എപ്പോഴും ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അർഹമുർ റഹീമായ അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങൾക്ക് ഗൗസുൽ തങ്ങളെപ്പോലെയൊന്നും ആകാൻ കഴിയുന്നവരല്ല, ഞങ്ങൾ വളരെ പാവങ്ങളാണ്. പക്ഷേ അവരോടൊക്കെയുള്ള മഹബത്ത് മരണം വരെ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കൂട്ടുകുടുംബക്കാരെ മുഴുവനും നീ ആദരിച്ച മഹത്തുക്കളെ മുഴുവനും ആദരിക്കുന്ന സ്വാലിഹ്യങ്ങളോടും അവരുടെ പൊരുത്തവും തിരുനോട്ടവും കിട്ടുന്ന പൊരുത്തപ്പെട്ടവരിലും ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.